guys, welcome back to my YouTube channel. ഇന്നത്തെ സ്പെഷ്യൽ ക്യാരറ്റ് തോരൻ. അപ്പോൾ ഇത് നമ്മൾ രാവിലെയൊക്കെ താമസിച്ച് എണീക്കുമ്പോഴോ നമുക്ക് ടൈമില്ലാത്തപ്പോഴോ ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഈസി ക്യാരറ്റ് തോരനാട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു സവോളയാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ചോപ്പറൊന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല, നമുക്ക് ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ കൈ വെച്ച് കട്ട് ചെയ്യാനും എളുപ്പമാണ്. ചോപ്പർ ഉണ്ടെങ്കിൽ ഡബിൾ ഈസി, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ലോണം ഫൈനലി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചോപ്പറിലിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റും കൂടി നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഒരു 4 മീഡിയം സൈസ് ക്യാരറ്റ് ആട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതും നല്ല ഫൈനലി ചോപ്പ് ചെയ്തെടുക്കാം. ഈ ചോപ്പർ ആക്ച്വലി ഞങ്ങൾ 2012 ആ ഒരു ടൈമിൽ വാങ്ങിച്ചതാട്ടോ. ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ ചോപ്പറാണ്. ഒരു ഇഷ്യൂസും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ വളരെ ഹെൽപ്ഫുള്ളുമാണ്. നമുക്ക് ടൈമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്യാരറ്റ്, ബീട്രൂട്ട് അങ്ങനെ തോരനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ നല്ലതാണ്. പിന്നെ എന്തെങ്കിലും കറിയോ തോരനോ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ സവോളയൊക്കെ ചോപ്പ് ചെയ്തെടുക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയതുകൊണ്ട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സവോളയും ക്യാരറ്റും എല്ലാം നല്ലോണം ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും എടുത്ത് വെച്ചേക്കുന്ന വാഷ് ചെയ്ത് അരിച്ച് വെച്ചേക്കുന്ന, അത് സ്ട്രെയിൻ ചെയ്ത് വെച്ചേക്കുന്ന 3/4 ടേബിൾ സ്പൂൺ ഉഴുന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് സ്ലൈറ്റ്ലി ബ്രൗൺ കളർ ആവുന്ന ടൈമിൽ എടുത്ത് വെച്ചേക്കുന്ന കടുകും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് കുക്കായി വരും. സോ കടുകും പൊട്ടണം, അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഉഴുന്നും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. അപ്പോൾ ഇതൊന്ന് ആയി കഴിയുമ്പോഴത്തേനും 2 പച്ചമുളക് കീറിയത്, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 10 to 15 സെക്കൻഡ്സ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും കൂടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. ഒന്ന് വഴന്ന് വരട്ടെ. ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആവുന്ന ടൈമിൽ, ഓവർ കുക്ക് ആവേണ്ട കാര്യമില്ല, കളർ ഒന്ന് ചേഞ്ച് ആവുന്ന ടൈമിൽ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ക്ലോസ് ചെയ്ത് ഒരു 15 to 30 സെക്കൻഡ്സ് ഒന്ന് ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്യുക. ഇടയ്ക്കൊന്ന് ഇളക്കുക. ഒരു 1 to 2 മിനിറ്റ്സ് സവോള കുക്കാവട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ സവോള എല്ലാം നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതും ഒരു കുക്കായി വരാൻ ഒരു 5 to 7 മിനിറ്റ്സ് എടുക്കും. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്യാരറ്റും അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മസാലാസായ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇതും കൂടി ഇട്ട് കൊടുക്കുക. നല്ലോണം വഴറ്റുക. എഗെയിൻ ഒരു 2 മിനിറ്റ്സ് ക്ലോസ് ചെയ്ത് വെക്കുക. അതിലേക്ക് ഒരു പിടി തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ്സ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ആൻഡ് ഈസി ക്യാരറ്റ് തോരൻ റെഡി. ഇതൊരു 15 to 20 മിനിറ്റ്സിൽ റെഡി ആയതാണ് കേട്ടോ. സോ എല്ലാവരും ഒരു ട്രൈ, നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇതും ചോറും ക്യാരറ്റ് തോരനും പുളിശ്ശേരിയും ഒരു ഫിഷ് ഫ്രൈ ഉണ്ടെങ്കിൽ വേറെ ഒന്നത് വേണമല്ലേ, സ്വർഗം. സോ എല്ലാവരും ഒരു ട്രൈ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ. സോ താങ്ക്സ് ഫോർ